ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തന 119:42. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയാ. സ്തോത്രം. നമ്മളുടെ അടുത്ത് നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ദൈവം പ്രാപ്തരാക്കും. ഹല്ലേലൂയാ. സ്തോത്രം. ദൈവത്തിലെ ആശ്രയിക്കണം, ദൈവവചനത്തിലെ ആശ്രയിക്കണം. ഹല്ലേലൂയാ. ദൈവം നമ്മൾ ഒരു നാൾ കൈവിടില്ല ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയാ. ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ എനിക്ക് വേണ്ടി ആൻറ്റി പ്രാർത്ഥിപ്പിന്ന് പറഞ്ഞ്. ഹല്ലേലൂയാ. അവനോട് ഞാൻ പറയാണ്, ഈ ലോകത്തിൽ ആശ്രയിക്കണ്ട. ലോകം നമ്മളെ ചതിക്കും. ദൈവം ഒരു നാൾ നമ്മളെ കൈവിടില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയാ. മനുഷ്യനിൽ ആശ്രയിക്കരുത്. മനുഷ്യനിൽ ആശ്രയിച്ചാൽ നമ്മളുടെ ജീവിതം പരാജയപ്പെടും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മളെ വഴി നടത്തും. ദൈവത്തിൽ പൂർണ്ണമായി നമ്മളെ തന്നെ നമ്മൾ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയാ. വേദങ്ങൾ പഠിക്കണം സഹോദര. വേദങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെടും. ഹല്ലേലൂയാ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം എൻ്റെ രാജ്യം എൻ്റെ നീതിയും അന്വേഷിപ്പേൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് അറിയണമെങ്കിൽ ഫുൾ ബൈബിൾ പഠിച്ചിരിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചിരിക്കണം നമ്മൾ. അപ്പോൾ കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ ചോദിക്കാണ്ട് സകല നന്മകളും ദൈവം നമുക്ക് തന്ന് നമ്മൾ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ഹല്ലേലൂയാ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഒരു നാളും കുലുങ്ങിപ്പോവില്ല. ഹല്ലേലൂയാ. സ്തോത്രം. അവൻ സിയോൻ പർവ്വതം പോലെ നിൽക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവം വിശ്വസ്തനാണ്, സ്നേഹവാനാണ്. ഹല്ലേലൂയാ. നമ്മുടെ അടുത്ത് കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയാ. അതേപോലെ പാപം ചെയ്ത മുഖഭാഷ നോക്കാണ്ട് വിധിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയാ. നീതിയും സത്യവും കർത്താവിൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയാ. അത് മനസ്സിലാക്കണം നമ്മൾ. ആര് ഹൃദയശുദ്ധിയോടെ ദൈവത്തെ വിളിക്കണോ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഹൃദയശുദ്ധി ഇല്ലാത്തവൻ്റെ പ്രാർത്ഥന ദൈവം ഒരു നാളും കേൾക്കില്ല, തള്ളിക്കളയും. ഹല്ലേലൂയാ. ഹൃദയശുദ്ധി വേണം.